വ്യക്തിക്ക് ഏറ്റവും താങ്ങാൻ പറ്റാത്ത സാഹചര്യം ഏതാണെന്നറിയോ? നമ്മൾ പറയാറുണ്ട്, നമ്മളോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് വിശ്വസിച്ച് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് നമ്മളെ നന്നായി കേൾക്കുന്ന അതൊരു സുഹൃത്തോ ഭാര്യയോ ഭർത്താവോ എന്തോ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, അല്ലെ? അപ്പൊ അവരില് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവും. ഈ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഭാര്യയോടൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഭർത്താവിനോടോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയോടോ ആവാം. ഈ ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഓവർകം ചെയ്യും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു ചോദിച്ചിട്ട് കുറെ ആളുകൾ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ നമുക്കിവിടെ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ഈ ട്രസ്റ്റ് ഇല്ലാതായ സാഹചര്യത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുക? അപ്പൊ നമ്മൾ മെസ്സേജ് ചെയ്യും, നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, നമ്മൾ കോൾ ചെയ്യും, ഇവര് നമ്മളോട് തിരിച്ച് പ്രതികരിക്കാറില്ല. അപ്പൊ ആ സമയത്ത് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം എന്നൊന്നും നമ്മൾ ആലോചിക്കും, അല്ലെ? സാധാരണ ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ബോൾഡ് ആണ്, ഞാൻ പുറകെ പോവില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, സ്നേഹത്തിന് വേണ്ടി യാചിക്കും. നമുക്കറിയാം, ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ബ്രേക്ക് ആയാൽ തിരിച്ചു വരാൻ പാടാണ്. എങ്കിൽ പോലും നമ്മൾ ആലോചിക്കും, സ്നേഹത്തിലൂടെ തിരിച്ചവരോട് സംസാരിക്കുന്നതിലൂടെ ആ ട്രസ്റ്റ് തിരിച്ചു വരുമെന്ന്. ഒരിക്കലും ബ്രേക്കായ ട്രസ്റ്റിലൂടെ അല്ലെങ്കിൽ ഒരിക്കലും ബ്രേക്കായ ഒരു റിലേഷൻഷിപ്പില് സ്നേഹം പിടിച്ചു വാങ്ങാനോ യാചിക്കാനോ പോകാതിരിക്കാം. എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ്, അല്ലെ? ഇങ്ങനെ പെർഫെക്റ്റ് ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റുക നമ്മളോടാണ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ മാത്രമാണ്. സോ നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുക, നിങ്ങളെ അർഹിക്കാത്ത ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ്. സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ട്രസ്റ്റ് ബ്രേക്ക് ആവുന്ന ആ ഒരു സിറ്റുവേഷനില് അത് ഏതൊരു റിലേഷൻഷിപ്പോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരുടെ പുറകെ പോവാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളാണ് ഇമ്പോർട്ടന്റ് എന്നും നമ്മളുടെ മാനസിക ആരോഗ്യമാണ് ഇമ്പോർട്ടന്റ് എന്നും മനസ്സിലാക്കുക. മുന്നോട്ട് മൂവ് ചെയ്യുക. സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.